പ്രചരണ രംഗം കൊഴുപ്പിക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. 2 ജില്ലകളിലാണ് അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഒന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. നമുക്കറിയാം, കുമ്മനം രാജശേഖരനും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ്. അതിനാൽ നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജ് മൈതാനിയിലാണ് വിമാനമിറങ്ങുക. അതിനുശേഷം അദ്ദേഹം കാറ് മാർഗം തിരുവല്ലയിലേക്ക് എത്തും. അവിടെയാണ് പൊതുസമ്മേളനം. അതിനുശേഷമാണ് പിന്നീട് തലസ്ഥാനത്തെത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. പ്രശാന്ത് ശങ്കരമംഗലത്തെ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അങ്ങനെ ആവേശമേകാൻ ഭാരതത്തിന്റെ പ്രധാന സേവകൻ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. അതിന്റെ മറ്റ് വിശദാംശങ്ങളൊപ്പം ഇന്ന് JP നഡ്ഡയും കിരൺ റിജിജുവും ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാരും തിരുവനന്തപുരത്തും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരണം നടത്തുന്നുണ്ടല്ലോ. പാലക്കാടിനും തൃശ്ശൂരിനും ശേഷം തിരുവനന്തപുരത്തേക്ക് അനന്തപുരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. നാളെ പ്രധാനമന്ത്രി ഷോ നടക്കുന്ന കിള്ളിപ്പാലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനുള്ള വെൽക്കം ബോർഡുകളടക്കം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ബാരിക്കേഡുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഇതെല്ലാം കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനുള്ള ഫ്ലെക്സ് ബോർഡുകൾ, ഇത്തരത്തിൽ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്വാഗതമേകുവാനും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇരു സൈഡുകളിലുമായിട്ടുള്ള ബാരിക്കേഡുകളെല്ലാം ഇതിനോടകം തന്നെ NSCയുടെയൊക്കെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വാഹന പ്രചരണ ജാഥ റോഡ് ഷോ നടക്കുക. വലിയ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും അടക്കമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചരണാർത്ഥമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. മറ്റ് മണ്ഡലങ്ങളിലെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകും, ഈ പ്രചരണത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആവേശം അലതള്ളുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അനന്തപുരി. നമുക്കറിയാം, പ്രധാനമന്ത്രി വരുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോഴെല്ലാം അത് വലിയ ആവേശമാണ്. ഏത് പരിപാടിയായാലും ശരി, എന്ത് പരിപാടിക്ക് എത്തിയാലും ശരി, അത് വലിയൊരു ആവേശമാണ്. ആ ആവേശം തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി എത്തുന്നു എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ അനന്തപുരി നിവാസികൾ വലിയ ആഘോഷത്തിലാണ്. പ്രധാനമന്ത്രി എത്തുന്ന തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയ മുതൽ ഇങ്ങ് കിള്ളിപ്പാലം വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി നിരവധി ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അനന്തപുരിയിലേക്ക് എത്തുകയാണ്. 2 പരിപാടികളാണ് ഈ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് തിരുവല്ലയിലാണ്, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലും, ഒന്ന് തിരുവനന്തപുരത്തും. 2 സ്ഥലങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും സവിശേഷത. 2ഇടങ്ങളിലും, അതായത് തിരുവല്ലയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വിവിധ ജില്ലകൾ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലെ വിവിധ മണ്ഡലത്തിലെ നേതാക്കന്മാരെല്ലാം, വിവിധ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഈ പ്രചരണത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടാകുക. എന്തായാലും വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി തന്നെ ആ ഒരു ആവേശം കൂടുതൽ ശക്തിയാകും, അനന്തലും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും BJPക്ക് വലിയ സ്വാധീനം നിലനിൽക്കുന്ന സാഹചര്യം നിലവിൽ നിൽക്കുന്നു. ജനപിന്തുണ ഏറി വരുന്ന സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ BJPക്ക് കഴിയുമെന്നതടക്കമുള്ള വിലയിരുത്തലുകൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുവാൻ പ്രധാനമന്ത്രി കൂടി എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ ജില്ലകളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനടക്കമായിട്ട് നിരവധി നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ള മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനി, ഖുഷ്ബു അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. അങ്ങനെ വിവിധ കേന്ദ്ര നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു, തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അങ്ങനെ പ്രചരണം കൊഴുപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ BJPക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഏറി വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, പ്രതികരണങ്ങൾ തേടുമ്പോൾ എല്ലാം ജനങ്ങൾ പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. കാരണം ഇടത് വലത് മുന്നണികളെ അവർ മടുത്തിരിക്കുന്നു. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് യാതൊരു വികസനവും കാഴ്ചവെക്കാതെ ജനങ്ങൾക്ക് നൽകേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നൽകാത്ത ഒരു കളവ് പറയുന്ന, പറ്റിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ 10 കൊല്ലം
പിണറായി സർക്കാർ. അതോടൊപ്പം തന്നെ UDF-ഉം LDF-ഉം ഒരേ തൂരപക്ഷികളായി ചേർന്നുകൊണ്ട് തന്നെ വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, SDPI ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളുമെല്ലാം കൂട്ടുചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകച്ചവട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ CPM നേതാക്കൾ പറഞ്ഞടക്കമുള്ള ഓഡിയോ സന്ദേശങ്ങൾ, വീഡിയോ സന്ദേശങ്ങളെല്ലാം ഇപ്പോഴും പ്രചരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ കള്ളക്കളികളെല്ലാം ജനങ്ങൾ കണ്ടുമടുത്തിരിക്കുന്നു. ജനങ്ങൾ ഇതിൽ നിന്നെല്ലാം വെറുക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം സംസ്ഥാനത്ത് അനിവാര്യമാണ്. ആ മാറ്റം എന്ന് പറയുമ്പോൾ വികസനത്തിൽ അധിഷ്ഠിതമായിട്ടൊരു മാറ്റമാണ് വേണ്ടതെന്നുള്ള ഒരു ജനങ്ങളുടെ ഒരു വലിയ ഒരു അഭിപ്രായം ഉയർന്നു വരുന്ന പ്രശാന്ത്, എന്തായാലും ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലേക്കും എത്തുകയാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ NSS ഹിന്ദു കോളേജ് മൈതാനിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്നും കാർ മാർഗമാണ് പിന്നീട് തിരുവല്ലയിലേക്ക് പോകുക. അവിടെയാണ് BJP-യുടെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ശേഷം തലസ്ഥാനത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ വമ്പൻ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. NDA-യുടെ സ്ഥാനാർത്ഥികളെല്ലാം ആ റോഡ് ഷോയുടെ ഭാഗമാകും. ആയിരക്കണക്കിന് BJP പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലസ്ഥാനത്തേക്ക് നാളെ എത്തുകയാണ്. അങ്ങനെ പ്രചരണ രംഗം കൂടുതൽ കൊഴുക്കുകയാണ്. JP നഡ്ഡയും കിരൺ റിജിജുവും ഒക്കെ ഇന്ന് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചരണത്തിനായി എത്തുന്നുണ്ട്.